ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പോകുന്ന എൻ്റെ ഒരു ഡിന്നർ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഡിന്നറിൻ്റെ കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിന്നറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ സവോളയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡിന്നറിന് പ്രിപ്പയർ ചെയ്യുന്ന മുട്ടക്കറി നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എഗ്ഗ് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ബോയിൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഫ്രഷായിട്ട് എഗ്ഗ് ബോയിൽ ചെയ്ത് ഈ സെയിം കറിയിലേക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചു. വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം മുട്ട ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം 1-2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട റെഡിയാവും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു വളരെ സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അറിയാവുന്നവർ ഓക്കെ, പ്രോബ്ലം ഇല്ല. ഇത് ട്രൈ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൊക്കനട്ട് ഓയിൽ ഒഴിച്ചു. കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 സവോള, ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം എൻ്റെ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് അലിയുന്ന ഒരു പരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സവോളയുടെ ക്വാണ്ടിറ്റി അത്യാവശ്യം വേണം, ഇല്ലെങ്കിൽ അളവ് കുറവായിരിക്കും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് സമയം എടുക്കുന്ന മുട്ടക്കറിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹറിബറി ആയിട്ട് പെട്ടെന്ന് മോർണിംഗിന് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് സമയമില്ലാത്ത സമയത്ത് ഇതുണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. റിലാക്സ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് നല്ല ആസ്വദിച്ച് കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എപ്പോൾ ടൈം ഉണ്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോക്കനട്ട് ഓയിലിലേക്ക് ഒരു പിടി ഗാർലിക്ക്, ഒരു പിടി വെളുത്തുള്ളി ഇട്ടു. അതിന് ശേഷം എന്ത് ചെയ്തു, ഒരു 5-6 സവോള നീളത്തിൽ അരിഞ്ഞതിട്ടു. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഇത്രയും ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. തക്കാളി എന്ന് പറയാൻ ഞാനിപ്പോൾ ഇടത്തില്ല, ഞാൻ അരിഞ്ഞ് വെച്ചു. ഒരു ഹാഫ് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതെന്ത് ചെയ്യുക, അത് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സമയം എടുത്ത് കുക്ക് ചെയ്യണം, എങ്കിലും മാത്രമേ ഈ ഒരു കറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സവോള കടിക്കാനുണ്ടെങ്കിലോ ഓവറായിട്ട് ക്രഞ്ചി ആയിട്ട് സവോള കടിക്കാൻ കിടക്കുന്നുണ്ടെങ്കിലോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എൻ്റെ ഒരു കറി ആവില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് നല്ലതായിട്ട് കിടക്കണം. ഞാൻ കൂടെ ഇപ്പോൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കുകയല്ല, ഞാനിത് ഉപ്പിട്ട് അടച്ച് വെച്ച് മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, സാറയുടെ ഹോംവർക്ക്, കുട്ടികളുടെ കാര്യങ്ങൾ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കറി അതിൻ്റെ ഇഷ്ടത്തിന് അവിടെ ഇരുന്ന് വെന്തോളും. നമ്മൾ അധികം നേരം അതിന് കൂട്ട് നിൽക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് വന്ന് ഇളക്കി വിട്ടാൽ മതി. അപ്പോൾ കുറച്ച് സവോളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴണ്ടിട്ടുണ്ട്. എൻ്റെ കറിയുടെ പരുവായിട്ടില്ല, കുറച്ച് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു 1/2 തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വിടുകയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി എന്ന് പറയുന്നത് ഇക്കാടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഡിന്നറിന് എടുക്കുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പത്തിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി എന്ന് പറയുന്നത് ഈ ഒരു മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറി കഴിഞ്ഞിട്ടേ പിന്നെ ഇടിയപ്പത്തിന് വേറൊരു ഫേവറേറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിയപ്പം എടുക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി തന്നെ റെഡിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ ഷോട്ടിലും എൻ്റെ സവോള കൂടുതൽ വഴണ്ടോണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ ഇട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം വിടുന്നുണ്ട്. സവോളയുടെ പരുവം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ സാധാരണ ഒരു കറിയൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് മാറ്റാം. പക്ഷേ എൻ്റെ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് എനിക്ക് കിട്ടണമെങ്കിൽ അത് കിടക്കണം. അത് കിടന്ന് നന്നായിട്ട് വെന്തൊന്ന് അലിയണം. അപ്പോൾ അങ്ങനെ റെഡി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ എല്ലാ കറികളിലും എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഗാർലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാക്കും ഗാർലിക് കൊണ്ട് ദൂഷ്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് ഗാർലിക് ഏത് കറിയിലും ഇടാം. അതിന് ശേഷം ഞാൻ സവോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടതിന് ശേഷം പൊടികളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയും പെരുംജീരകപ്പൊടിയും കുരുമുളക് പൊടിയും. ഈ 3 പൊടികൾ മതി. പിന്നെ
എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ്. മുളക് പൊടി കാണിക്കുകയേ വേണ്ട. അതാണ് നമ്മുടെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം എരിവുണ്ട്, കാരണം പച്ചമുളക് നല്ല രീതിയിൽ ഞാൻ 4-5 എണ്ണം ചേർത്തു. പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇപ്പം ഇടുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ വീണ്ടും ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യും. എന്നാലും ഭയങ്കര ഓവറല്ല. നമ്മളുടെ സവോളയുടെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഈ കറീനെ കൂടുതൽ രുചികരമാക്കുന്നത്. അപ്പോൾ പെപ്പർ പൗഡറിൻ്റെയും ഗ്രീൻ ചില്ലിയുടെയൊക്കെ എരിവാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ കറിക്ക് കിട്ടില്ല. മനസ്സിലായില്ല? അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ട് ഭയങ്കര സ്പൈസ് വേണ്ടവർക്ക് നോർമലി നിങ്ങൾ സാധാരണ രീതിയിലുള്ള റെസിപ്പി ഫോളോ ചെയ്തോളുക. ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ വേണം. അപ്പോൾ നല്ല കട്ടിക്ക് എടുത്ത തേങ്ങാപ്പാലായിരിക്കണം. ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് ലൂസാക്കി നശിപ്പിക്കരുത്. നമ്മുടെ കറി എന്ന് പറയുന്ന ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കണം. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കറിയുടെ പരുവം എന്ന് പറയുന്നത് ഒരു ക്രീമി ആയിരിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇടിയപ്പം എടുത്തു. ഒരു 2 പാക്കറ്റ് ഇടിയപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് ഇടിയപ്പം എന്ന് പറയുന്നത് പകുതി കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് യൂസ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് പുതിയത്. അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ മുട്ട ഒരു 5 എണ്ണം വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുട്ട ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് വാങ്ങിക്കുന്നത് നെല്ലറ ഇടിയപ്പമാണ്. പക്ഷേ ഈ പ്രാവശ്യം ഹോം ഡെലിവറി വെച്ചപ്പോൾ അവർ കൊണ്ടു തന്നത് നെല്ലറയല്ല, ശരവണ എന്ന് പറഞ്ഞൊരു ഇടിയപ്പമാണ്. അത് നമുക്ക് അറിയത്തില്ല അതെങ്ങനെയുണ്ടെന്ന്, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 12 പീസുണ്ട്. മറ്റേ പാക്കറ്റ് ഇടിയപ്പത്തിലൊക്കെ 10 പീസാണുള്ളത്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇടിയപ്പം പല പ്രാവശ്യം ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഫ്ലോപ്പായി പോകുന്നത് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല. എനിക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാക്കാനൊരു ഇഷ്ടമാണ്. പക്ഷേ ഇടിയപ്പത്തിനോട് മാത്രമേ എനിക്ക് എന്തോ ഞാനും ഇടിയപ്പവും തമ്മിൽ അങ്ങ് സെറ്റാവുന്നില്ല. അതെന്താ കാരണം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താണേലും നമ്മുടെ കറികളിതാ പൊടികളൊക്കെ നല്ലതായിട്ട് ഇട്ടു, പച്ചമണമൊക്കെ മാറി, സവോളയൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് ഞാൻ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതാ അടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവോള എന്ന് പറയുന്നത് നന്നായിട്ട് വെന്ത് അലിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പൊടികളുടെ പച്ചക്കുത്ത് കാര്യങ്ങൾ എല്ലാം മാറി. അപ്പോൾ പൊടികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി. നമുക്ക് ചില്ലി പൗഡറോ ഗരം മസാല പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും വേണ്ട. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കറി വേറെ ഏതോ ഒരു കറിയായി പോകും. അപ്പോൾ എൻ്റെ കറി അല്ല. അപ്പോൾ എൻ്റെ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ടേസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് സവോള വീണ്ടും വേവിക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കുകയാണ്. അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. അതുകൊണ്ട് നല്ല ക്ഷമയും സമയവും ഉള്ളപ്പോൾ മാത്രം ഈ കറി വെച്ചാൽ മതി. സമയം ഇല്ലാത്ത സമയത്ത് ഈ ഒരു കറി കഷ്ടപ്പെട്ട് വെക്കണം എന്നില്ല. പിന്നെ അതിന് ശേഷം ഇതാ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഞാനിതാ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതൽ തേങ്ങ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ തേങ്ങ, എന്താ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണം ഈ കറിക്ക്. അപ്പോൾ അതാ ഒരു പകുതി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങാപ്പാൽ ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ കുറച്ച് തിക്കായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോള കറി ഓൾമോസ്റ്റ് സെറ്റായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം തന്നെ ഈ കറി ഓൾറെഡി നല്ല ടേസ്റ്റായി. സവോളയും അതുപോലെ തന്നെ പച്ചമുളകും തക്കാളിയും നമ്മുടെ പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഈ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ തേങ്ങാപ്പാലിൽ വീണ്ടും കുറേ നേരം ഈ സവോള കിടന്ന് വെന്ത് അലിയണം. അതാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറി ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച് ഈ തേങ്ങാപ്പാലിൽ കൂടെ കിടന്നിട്ട് ഈ സവോള നന്നായിട്ട് വേവണം കുറച്ച് കൂടുതൽ നേരം. എന്നിട്ട് ഇതൊക്കെ വറ്റി ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവണം, ഒരു ക്രീമി ടെക്സ്ചർ ആവണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മുട്ട ഞാനിപ്പോൾ ഇട്ടില്ല. മുട്ട ഏറ്റവും ലാസ്റ്റ് ഓഫ് ആക്കാറാവുന്ന ടൈമിൽ ഞാൻ മുട്ട ഇടുന്നുള്ളൂ. പിന്നെ ഈ ഒരു മുട്ടക്കറിക്ക് ഭയങ്കര ടേസ്റ്റിയാണ് ഇടിയപ്പം. അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തി, അതുപോലെ തന്നെ വെള്ളയപ്പം, പാലപ്പം, എന്തിൻ്റെ കൂടെയും, ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് ഈ ഒരു
എന്താ ഈ ഒരു മുട്ടക്കറി. അതിന് ശേഷം ഇതാ ഞാൻ ഇഡ്ഡലിപ്പാത്രം ചൂടാക്കി അതിലേക്ക് ഇതാ നമുക്ക് വേണ്ട ഇടിയപ്പം ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം ആവി കയറട്ടെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കൂടുതലായിട്ട് പാക്കറ്റ്സ് ഇടിയപ്പം ഇപ്പം പാക്കറ്റ് ഇടിയപ്പമാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേനും നോക്കിയെടുക്കും. പിന്നെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം 1 വീക്ക്, ഒരു 1 വീക്ക് ഇല്ലയെന്ന് തോന്നുന്നു, ഒരു 5-6 ഡേയ്സൊക്കെ ഷെൽഫ് ലൈഫും ഉണ്ട്. അപ്പോൾ എനിക്കറിയാം, നമ്മൾ ആ ഡേറ്റ് നോക്കി ആ ഒരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് ഇടിയപ്പം എടുക്കൽ എനിക്ക് ശീലമുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ കറി എന്നൊക്കെ പറയുന്ന തേങ്ങാപ്പാലിൽ കിടന്നങ്ങ് വെന്ത് അലിയുവാണ്. ഇപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോകും. ചപ്പാത്തിയുടെ മുകളിലൊക്കെ ഈ കറി ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ ചപ്പാത്തി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ മൗത്ത് വാട്ടറിങ് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ കറി ഏകദേശം ഫൈനലായിട്ട് ഓൾമോസ്റ്റ് ഡണ്ണായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറി ലാസ്റ്റ് സമയത്താണ് ഞാൻ മുട്ട ആഡ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും ഫൈനൽ സ്റ്റെപ്പിൽ ഞാൻ മുട്ട ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഗ്ഗ് ആഡ് ചെയ്ത് അത് കുറച്ച് നേരം കിടക്കട്ടെ, ആ മസാലയൊക്കെ ആ മുട്ടയിലൊക്കെ ഒന്ന് കയറി പിടിക്കട്ടെ. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. എനിക്കപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് താനും. എന്നാന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഡിന്നറിനും എടുക്കാം, നാളെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാനുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും ഏകദേശം സെറ്റായി, ആവിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഓരോന്നോരോന്നായിട്ട് കാസ്ട്രോളിലേക്ക് ഞാൻ മാറ്റിയതിന് ശേഷമായിരിക്കും ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് സെറ്റാക്കുന്നത്. പിന്നെ മുട്ടക്കറി എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് സെറ്റായി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. എരിവെന്ന് പറയുന്നത് ആവശ്യത്തിനുണ്ട്, കാരണം പച്ചമുളകും കുരുമുളക് പൊടിയും ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ കാസ്ട്രോളിലേക്ക് നമ്മുടെ ഇടിയപ്പം മാറ്റി കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞ് ടേബിളിലേക്ക് വന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ട് മനസ്സിലാക്കാത്തവർ ഇത് കഴിക്കുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഇക്കയുടെ ഫേവറേറ്റ് കറിയാണ് ഇത്. ഇത്രത്തോളം ഫേവറേറ്റ് ആവാനായിട്ട് കാരണമുണ്ട്, അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളമാണ്. പിന്നെ ഇടിയപ്പം ഞാൻ തുറക്കുകയാണ്. ഇടിയപ്പം എടുത്തു, ഭയങ്കര ചൂട് ഇടിയപ്പം കേട്ടോ. ഇടിയപ്പം ഭയങ്കര ചൂടായിരുന്നു. ആ വിളമ്പിയ സമയത്ത് എൻ്റെ കൈയൊന്ന് പൊള്ളിയായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്ക് ചൂട്, നമുക്ക് അപ്പത്തിൽ തൊടാൻ പറ്റുന്നില്ല, അതുപോലത്തെ ചൂടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് സെർവ് ചെയ്യാണ്. നല്ല ചൂടുണ്ട്, ഞാനത് എടുത്തിട്ട് പെട്ടെന്ന് പ്ലേറ്റിലേക്ക് ഇട്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂട് ഞാൻ പ്രതീക്ഷിച്ച ചൂടല്ല, പ്രതീക്ഷിച്ചതിനേക്കാളും ചൂട് കൂടിപ്പോയി. എങ്കിലും എനിക്ക് വിളമ്പുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു ഷോട്ടൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടിയപ്പം എടുത്തു, അതിലേക്ക് കറി വിളമ്പാണ്. ഇപ്പോൾ ഞാൻ 2 മുട്ട എന്ന് പറയുന്നത്, എനിക്ക് 2 മുട്ട കഴിക്കാനൊന്നും അല്ല, ഞാൻ ഒരു ഷോർട്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഷോർട്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 2 മുട്ട ഞാൻ വിളമ്പിയത്. അപ്പോൾ ഞാൻ ഈ നോൺ വെജിൻ്റെ ഐറ്റംസൊക്കെ എൻ്റെ പ്ലേറ്റിലേക്ക് അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കഴിക്കാനല്ല, നമ്മൾ ഷോർട്സ് എടുക്കുമ്പോൾ ഏറ്റവും നല്ല പീസുകൾ, ഏറ്റവും നല്ല ഐറ്റംസൊക്കെ ആയിരിക്കുമല്ലോ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത് സെർവ് ചെയ്തതിന് ശേഷം അത് ഞാൻ തിരിച്ച് എടുത്തു വെക്കും. ഞാൻ ഒരു ലിമിറ്റ്, എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനൊരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ഒരു ലിമിറ്റ് അപ്പുറത്ത് ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ വിളമ്പുമ്പോഴൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ വിളമ്പും, പക്ഷേ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാനൊരു ബോർഡർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഫുഡടിയും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇച്ചിരി ഞാൻ നോക്കുന്ന ആളാണ്. ഒരുപാട് തടി വെക്കുന്നതും എല്ലാം, ശരീരം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് നമ്മുടെ ഫുഡ് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഫുഡ് ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. ആ തേങ്ങാപ്പാലിൽ ഒക്കെ കുതിർത്തിയിട്ട് ആ ഇടിയപ്പം എടുത്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുന്നേ ഞാൻ എൻ്റെ ലഞ്ച് വ്ളോഗ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ അടിപൊളി ചെമ്മീൻ റൈസ്, പ്രോൺ റൈസാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറയുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡിന്നറാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഡിന്നർ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ മുട്ടക്കറി ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ വിശേഷങ്ങൾ, ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.